ഹായ് ഫ്രണ്ട്സ്, ബ്രദേഴ്സ് കിച്ചൺ ലാബ് ആൻഡ് ക്രാഫ്റ്റ് വർക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? അതായത് നമ്മുടെ തന്തൂരി റൊട്ടി, പൊറോട്ട, കുബൂസ്, ഇത് മൂന്നുമാണ് ഇന്നത്തെ താരം. ഇത് നമ്മൾ ആരും ഇനി വലിച്ചെറിയരുത് കച്ചടയിൽ കേട്ടോ. നമ്മൾ ഇന്ന് മേടിക്കുന്ന സാധനം നാളെ എല്ലാവരും വെളിയിൽ കളയക്കുവാണ് പതിവ്. അത് ഇനി വേണ്ട. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പിന്നെ വേറൊരു കാര്യവും കൂടെ, അത് ഉണ്ടാക്കുന്ന രീതിയും കൂടെ ഒന്ന് കണ്ട് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ എനിക്ക് അറിയിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് മതി കേട്ടോ. കൊള്ളാമെങ്കിൽ മാത്രം. ഒരു കറികളും വേണ്ടാന്ന്, അന്യായ ടേസ്റ്റാണ്. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതിൽ നമുക്ക് ഞാനൊരു പൊടിക്ക് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്ത് അങ്ങനെ നമുക്ക് കഴിക്കാം. ഒരു വിഷയമല്ലെന്നേ. വരൂ, നമുക്ക് നമ്മുടെ കിച്ചൺ ലാബിലോട്ടൊന്ന് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് പ്രവാസികൾ ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൻ്റെ ഉപയോഗം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു പൊറോട്ട ഉണ്ടാക്കാനാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഒരല്പം മൈദമാവാണ് എടുക്കുന്നത്. നമുക്കിവിടെ ഒരു 3 ബോളിനാണ് ഞാൻ മൈദമാവ് എടുത്തത്. ഒരു മുട്ട അതിലോട്ട് തല്ലിപ്പൊട്ടിച്ചിടുകയാണ്. അതിനുശേഷം ഒരല്പം സോഡാപ്പൊടി, അതായത് കുറച്ച് മതിയാവും. അതിനുശേഷം നമുക്ക് ഒരല്പം ഉപ്പും കൂടി ഇടാണ്. ഞാൻ അടുത്തതായി പഞ്ചസാരയാണ് ഇടുന്നത്. ഇത് മൂന്നും കൂടി അങ്ങോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇടിച്ച് കുഴച്ച് ചാവട്ടി കൂട്ടി ഇങ്ങോട്ട് എടുത്ത് നല്ലൊരു ബോൾ രൂപേണ ആക്കണം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. അതാണ് പൊറോട്ടയുടെ പരുവം കേട്ടോ. നമ്മൾ പെട്ടെന്നൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പരുവം കിട്ടത്തില്ല. നല്ലതുപോലെ വീശി എടുക്കാനും പറ്റത്തില്ല. ഒരുപാട് കട്ടിയായി പോരുത്, ഒരുപാട് ലൂസും ആവരുത്. ഒരു മീഡിയം ഇതായിരിക്കണം ഞങ്ങളുടെ. അപ്പോൾ നമുക്ക് പൊറോട്ടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയമായി. ഞാൻ മറ്റുള്ള ഓയിലുകളൊന്നും അല്ല ഇന്ന് ചേർക്കുന്നത്. ഒരു ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത അടിപൊളിയാണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ചെയ്തു നോക്കിയവർക്ക് രാവിലെ ചെയ്ത പൊറോട്ട വൈകിട്ടായാലും അടിപൊളി സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഒരു അല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നു. അരമണിക്കൂർ മതി. അപ്പോഴേക്കും മാവ് നല്ല പദം വന്നിരിക്കുന്നു. പൊറോട്ടയ്ക്ക് ഇതേപോലെ നല്ല സൂപ്പർ ടേസ്റ്റും നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ പൊറോട്ട ഇന്നിവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങും റെസ്റ്റോറൻ്റ് ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് എനിക്ക് 2-3 പൊറോട്ടയുടെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 2-3 പൊറോട്ട ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ പൊറോട്ട വീശാൻ തുടങ്ങിയാലോ. വരൂ, നമുക്കിനി വീശാൻ പോവാം. ഓക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞു, റെസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു 3ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഈ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ മൈദമാവ് വേറെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അപ്പോൾ വേറെ ഉപയോഗമില്ല. അതുകൊണ്ട് ഞാൻ 3ആയിട്ട് ആ ബോളാക്കി മാറ്റുകയാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ മാറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല. ബോൾ പിടിക്കുന്നു, അപ്പോൾ തന്നെ ഞാൻ അടിക്കുന്നു. നമ്മുടെ ഈ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. സൂപ്പറായിരിക്കും. അടിപൊളിയായിട്ട് വീശാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ വീശുന്നുണ്ടും വലിയ വിഷയമില്ല. നമ്മൾ എയർ പിടിച്ചാലും അവിടെ പിടിച്ചിട്ട് തട്ടി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നല്ല ഇതാണ്. നല്ല ലൂസായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വീശി വരുന്നുണ്ട്. പൊറോട്ട നല്ല സോഫ്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് 3ാമത്തെ ബോളും നമുക്ക് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു ബോളെടുത്ത് റെഡിയാക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കത് തുടങ്ങിയാലോ. ഞാൻ ഒരു ബോളെടുത്തു. അതിന് നമുക്ക് ഒന്ന് കുറച്ച് ഓയിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി നോക്കാം. എല്ലാവരും എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഞാനും പൊറോട്ട ഉണ്ടാക്കുകയാണ്. അതിലൊരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാൻ റൂൾ തടി വെച്ച് പതുക്കിയെടുക്കാനും ഒന്നും പോണില്ല. അതിനുള്ള സാഹചര്യം ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ബോൾ എടുത്ത് ഇങ്ങനെ വീശി എടുക്കാൻ നമ്മുടെ ഗ്ലാസ് പ്രതലമാണ്. എന്നിട്ട് പോലും നല്ല അടിപൊളി പരുവത്തിന് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തടിമേശയോ അങ്ങനെയുള്ള വേറെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ വീശിയെടുക്കാൻ പറ്റും കേട്ടോ. കണ്ട, അത്രയും നല്ല അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മൈദ മാവിൻ്റെ ആ പരുവും
നമ്മുടെ ഒലിവ് ഓയിലിൻ്റെ ഒരു പ്രത്യേകതയും എല്ലാം കൂടി കൂട്ടിച്ചേർന്നപ്പോൾ നല്ല അടിപൊളി പൊറോട്ടയായി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഒരു ബോളും കൂടെ എടുത്ത് തയ്യാറാക്കാൻ പോകുന്നു. ഇത് നോക്കിക്കൊള്ളണം. ആ പൊറോട്ടയുടെ പരുവം കൂടുന്തോറും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് അരമണിക്കൂർ തന്നെ ഞാൻ അതിൽ ക്രമീകരിച്ച് പെട്ടെന്ന് തന്നെ ആ പൊറോട്ടയുടെ മാവ് നമുക്ക് റെഡിയായി വന്നു. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഞാൻ ഒന്നും കൂടെ വീശി കാണിക്കുകയാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ ഈ ഗ്ലാസ്സിലായിട്ട് പോലും നമ്മളത് മാവ് വീശി വരുമ്പോൾ അത് തിരിച്ച് വരുന്നത് കണ്ടോ? അതാണ് എൻ്റെ ഒരു ഇത് ഗ്ലാസ് ആയതുകൊണ്ടാണ് എയർ പിടിച്ച് മാറുന്നുണ്ട്, പിടുത്തം കിട്ടണില്ല. അപ്പോൾ എന്നാലിപ്പോൾ ഇത്ര മതി. ഓക്കെ, നമുക്ക് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊറോട്ട നല്ലതുപോലെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു മാറ്റവുമില്ലാതെ നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ഇന്ന് ഈ പൊറോട്ട ഉണ്ടാക്കി വെച്ചെങ്കിൽ എനിക്ക് നാളത്തേക്ക് നമ്മുടെ 3 ഐറ്റങ്ങളായ അവരെ നമുക്ക് പരിചയപ്പെടുത്തണ്ടേ. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ കണ്ടതിൽ ഉപയോഗം വരൂ. പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായി കഴിഞ്ഞു. നമുക്ക് പൊറോട്ട ഇടാം. പൊറോട്ട നല്ലതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ഒരല്പം ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് ഒഴിക്കണം. അത് എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോഴേക്കും പൊറോട്ട വെന്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു മറുപ്പും കൂടെ മറിച്ച് നമുക്ക് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അതിനുശേഷം അടുത്തൊരു പൊറോട്ടയും കൂടെ ഇടാം. അതിനുശേഷം ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നമുക്കിനി അതൊന്ന് പരുവമായിട്ടൊന്ന് വന്ന് ഇടിച്ച് വെക്കാൻ പോവുകയാണ്. നല്ലപോലെ ഇടിച്ച് ഉടച്ച് നമുക്ക് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നാളത്തേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോകളൊന്നും ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൻ്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ 3 ഐറ്റം നമുക്കിത് കാണിക്കാൻ പോവുകയാണ്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് തന്തൂരി റൊട്ടി. ഇത് ഞാൻ ഇന്നലെ മേടിച്ചതാണ് കേട്ടോ. നമുക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഇത് നിങ്ങളെ ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കണ്ടേ. ഇത് ആദ്യമായിട്ട് ഞാൻ ഈ തന്തൂരി റൊട്ടി ഒന്ന് ഷെയ്പ്പാക്കാൻ പോവുകയാണ്. ഇത് ഇത്രയും വലിപ്പമുള്ളത് കൊണ്ട് നമ്മുടെ ഫ്രൈ പാനിൽ ഇത് കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഭംഗിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഒരു സിസർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ പാനിലിട്ട് ഇതൊന്ന് പാകം ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാനും നമുക്ക് ഒരു എന്താ പറയാൻ ഒരു നല്ലൊരു ഗുമ്മുണ്ടാവും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. കണ്ട, നമ്മൾ ഇങ്ങനെ ഈ കോണോട് കോണ് കട്ട് ചെയ്യണം. നമ്മുടെ സമൂസ പോലെ ആയി വന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഫ്രൈ പാനിലിട്ടൊന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് പറ്റും. നമുക്ക് ഇന്നലത്തെ തന്തൂരി റൊട്ടി നമ്മൾ അതിനേക്കാൾ ഫ്രഷോടുകൂടി, അതായത് വേറൊരു വെറൈറ്റി ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. അത്ര സൂപ്പർ സാധനമായി മാറുകയാണ്. ഇനി നമ്മളാരും ഈ തന്തൂരി റൊട്ടി നമ്മൾ വെളിയിൽ ഉപേക്ഷിക്കരുത്. നമ്മൾ പിറ്റെന്നെടുത്തത് ഇതേപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങളെല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്ക് ചെയ്യണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഇതേപോലെ 2 ഫ്രൈ പാൻ എടുക്കുക. ഒന്നിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്നിൽ ഒരല്പം ഓയിൽ, ഏത് ഓയിലായാലും മതി കേട്ടോ. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും മതി. നമുക്ക് ഇതേപോലെ ഒരല്പം ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഈ തന്തൂരി റൊട്ടി നമ്മുടെ അപ്പുറത്തെ ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നു. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു തന്തൂരി റൊട്ടി അതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഒരുപാട് വെള്ളം മുങ്ങിപ്പോവരുത്, അത് കുറച്ച് വെള്ളം മതി. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്ന് തിളപ്പിക്കുക. അപ്പോഴേക്കും നമ്മൾ ഫ്രൈ പാൻ ഇവിടെ ചൂടായി. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 1 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ച്, വെള്ളമാണ് ഏറ്റവും നല്ലൊരു ടേസ്റ്റ്. എന്നിട്ട് നമുക്കിതാ ഈ ഓയിലിലോട്ട് ഈ തന്തൂരി റൊട്ടി എടുത്ത് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് കണ്ട അടിപൊളി. 1 സെക്കൻഡിലൊന്ന്
ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ചെണ്ണ മതി കേട്ടോ. എണ്ണ ആയാലും നെയ്യായാലും ഏത് ഐറ്റം ആയാലും ടേസ്റ്റ് കൂടും. നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ ഒരുപാട് പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ സൺഫ്ലവർ ഓയിൽ മതിയാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് നമ്മൾ ഇത് കണ്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കഴിക്കാൻ ഇതേപോലൊരു ടേസ്റ്റ് വേറെ ഒന്നുമില്ല. നമുക്ക് ചായക്കായാലും രാവിലത്തെ നാസ്തയ്ക്കായാലും വൈകിട്ടത്തേക്കുള്ള ഇതിനായാലും നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു ഫുഡാണിത്. നിങ്ങളാരും ഇനി ഈ തന്തൂരി റൊട്ടി കളയരുതേ കേട്ടോ. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് ചായക്കായാലും എപ്പോഴായാലും ഇത് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അത്രയും സോഫ്റ്റും ടേസ്റ്റുമുണ്ട്. ഒരു കറി പോലും നമുക്ക് വേണ്ട. ഇത് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ മിനിറ്റിനകം നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെല്ലാവരും ഈ തന്തൂരി റൊട്ടി എവിടെയുണ്ടോ അവിടെയൊക്കെ നിങ്ങളിത് ചെയ്ത് നോക്കി കഴിച്ചു നോക്കണം. അതായത് ഒരു വ്യത്യസ്തതകൾ ഉള്ളൊരു ഫുഡാണ്. നമുക്ക് കഴിക്കാം. കൊച്ചുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായക്കാർക്കായാലും ഈ തന്തൂരി റൊട്ടി ഇതാ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. അല്ലെങ്കിൽ നമ്മളെല്ലാം റബ്ബർ മുട്ടായി പോലെ ആയിരിക്കും നമ്മളിവിടെ മേടിച്ചുകൊണ്ട് വരണത് കേട്ടോ. ഇത് ആ എടുത്തപ്പോൾ തന്നെ എന്താ ഒരു സോഫ്റ്റ് കണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി ബന്ന് പോലെ ആവുന്നു കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി ഞാൻ അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓയിൽ ഒഴിക്കണ്ട. നമ്മൾ ഈ പച്ചവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് നമ്മുടെ ഈ ഫ്രൈ പാനിലിട്ടൊന്ന് തിരിച്ചും മറിച്ചും എടുത്തു കഴിഞ്ഞാൽ അവർക്കും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് കഴിക്കാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓയിൽ ചേർക്കണ്ട. അപ്പോൾ നമുക്ക് ഈ ചൂട് വെള്ളത്തിൽ തന്നെ തിളപ്പിച്ചിട്ട് ഈ ഫ്രൈ പാനിൽ ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കുമ്പോൾ ആ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. ഇതേപോലെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്ത് നോക്കി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഇത്രയും നാൾ ഈ സാധനം നമ്മൾ ഈ തന്തൂരി റൊട്ടി നമ്മൾ വലിച്ചു കളഞ്ഞത്. അപ്പോൾ നമുക്ക് അതിലൊരു നിരാശയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇത് കണ്ടുപിടിച്ചതിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ട അത്രത്തോളം സോഫ്റ്റാണ് കണ്ടോ. നമ്മൾ എടുത്തപ്പോൾ തന്നെ അത് കണ്ടോ നിങ്ങൾ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളാരും ഇനി തന്തൂരി റൊട്ടി കളയരുത്. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ് കുബ്ബൂസ്. കുബ്ബൂസും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുകയാണ്. നിങ്ങൾ അതും കാണണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പെറോട്ടയും ചെയ്യുന്ന മെത്തേഡുകൾ ഇനി രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ 3 വീഡിയോയും കൂടി കൂട്ടി യോജിപ്പിച്ചതുകൊണ്ട് ഒത്തിരി ലെങ്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗം വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് കണ്ട ഇത്രയും സോഫ്റ്റായിട്ടാണ് മാറുന്നത്. നിങ്ങൾ കണ്ടോളൂ, ആ വീഡിയോയിലൊന്ന് കണ്ടാണ്. ഇനി ഇത് പറഞ്ഞു തരാൻ എനിക്ക് വാക്കുകളില്ല. അത്ര സോഫ്റ്റാണ്. നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടല്ലോ. നിങ്ങൾ കഴിക്കുമ്പോഴും ഇതേപോലെ തന്നെയായിരിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഇന്നിപ്പോൾ ഉണ്ടാക്കി വെച്ചിരുന്നാലും വൈകുന്നേരം വഴിയായിരുന്നാലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കണ്ടോ നമ്മുടെ തന്തൂരി റൊട്ടി റെഡിയായി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഓടി വന്ന് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ സാധനമാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അതെന്താണെന്ന് അറിയണ്ടേ? അതാണ് നമ്മുടെ കുബ്ബൂസ്. ഇതാ വന്നു ആ താരവും. രണ്ടാമത്തെ താരം ഇതാ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കുബ്ബൂസിന് വെള്ളം കുറച്ച് മതി കേട്ടോ. അപ്പോൾ അത് കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം അത് കണ്ടോ, ഞാൻ കുറച്ചേ ഒഴിച്ചോളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരിക്കലും പച്ചവെള്ളത്തിലിട്ട് മുക്കി ഇതേപോലെ ഫ്രൈ ആക്കരുത്. അത് ശരിയാവില്ല. ചൂടുവെള്ളം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് കണ്ട ഇതേപോലെ ഒന്ന് മറിച്ചിടുക. ജസ്റ്റ് അപ്പോഴേക്കും റെഡിയാകുന്നേ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇതേപോലെ തന്നെ ചെയ്യാം. തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഇതേപോലെ എണ്ണ ഒന്നും ഒഴിക്കാതെ നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ പാനിലിട്ട് ഒന്ന് തിരിച്ചു മറിച്ചെടുത്താൽ ഇതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, എനിക്കിനി ഇത്
എങ്ങനെ പറഞ്ഞു തരണമെന്ന് വാക്കുകളില്ല. അത്രയ്ക്കും നല്ല സോഫ്റ്റാണ് ഈ സാധനം. നമുക്ക് ഒരു കറികൾ പോലും വേണ്ട. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബക്കാലകളിലും ജോലി ചെയ്യുന്നവർക്കും ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഓടി വന്ന് പെട്ടെന്ന് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു ഏക ഫുഡാണ് ഈ സാധനം. നമുക്ക് അതുകൊണ്ട് ഒരു കറികൾ പോലും വേണ്ട ഇത് ഉണ്ടാക്കി കഴിക്കാൻ. അത്രയ്ക്ക് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്. അതായത് നിങ്ങൾ കണ്ടോളും, കണ്ട ഇത്രയും സോഫ്റ്റായിട്ട് വന്ന ഒരു കുബൂസാണ്. കണ്ടോ, നമ്മൾ കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ആ ഗുഡൻസ് മനസ്സിലാവൂ. ഇത് കണ്ടോളൂ, ഞാൻ ഒരു പ്ലേറ്റിൽ വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ട, ഈ പ്ലേറ്റിൽ വെച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഈ കുബൂസിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തതായി മൂന്നാമത്തെ താരം ഇതാ വന്നു കഴിഞ്ഞു, പെറോട്ട. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ കുറച്ച് വെള്ളം അതിൽ വയ്ക്കുക. അതിനുശേഷം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ആ പെറോട്ട അതേപോലെ മറിച്ചിടുക. അതിനുശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഈ ഫ്രൈ പാനിലോട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചും എടുക്കണം. ഓക്കെ, പെറോട്ടയുടെ കാര്യം ഞാൻ പറയുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോള് ഉള്ളവർക്ക് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് പിന്നെ ഓയിലാണല്ലോ. അപ്പോൾ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കണില്ല. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിക്കാം, തരക്കേടില്ല. നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് പറയണോ, ഞാൻ പറയും ഡോക്ടറോ ഒന്നും അല്ല കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, ഈ കുക്കിങ്ങിൻ്റെ ഒരു രീതി വെച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്കിത് കണ്ട പെറോട്ട ആ സോഫ്റ്റ് കണ്ട വന്നത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പെറോട്ടയാണ്. അപ്പോൾ ഞാനത് ഇന്നലെ തയ്യാറാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത് കാണിക്കാൻ നമുക്ക് പറ്റിയത്. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ പൊറോട്ട നമുക്ക് ചെയ്തെടുത്ത് നമുക്ക് ഈ 3 ഐറ്റവും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ 3 ഐറ്റവും നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊറോട്ടയും ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഒന്ന് ആദ്യമായിട്ടൊന്ന് കഴിച്ചു നോക്കി അതിൻ്റെ ഗുഡൻസ് നിങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ. അപ്പോൾ ഞാൻ ഇതൊന്ന് എടുത്തു നോക്കട്ടെ. കണ്ട, അടിപൊളി സോഫ്റ്റായിട്ട് വരികയാണ്. ഇത് നമുക്ക് കയ്യിലൊട്ടുന്നില്ല, ഒന്നും ഒരു വിഷയമില്ല. നല്ല അടിപൊളി ആണ് ഇതിൻ്റെ ആ ഒരു റെസിപ്പി. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? അടിപൊളി എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് വാക്കുകളില്ല. ഓക്കെ, നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. ഓക്കെ, അടുത്ത ഐറ്റമായി കുബൂസ് വന്നു കേട്ടോ. ഇത് ഇത്രയും നല്ല സോഫ്റ്റായ കുബൂസാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പോലും അതിശയപ്പെട്ടു പോയൊരു ഫുഡാണ് കേട്ടോ ഈ ഐറ്റങ്ങൾ കേട്ടോ. ഞാൻ ഇന്ന് നമ്മുടെ റൂമിലുള്ളവർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കഴിച്ചു കൊടുത്ത് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമാണ് ഞാനിത് നമ്മുടെ കുക്കിംഗ് ലാബിൽ കയറ്റി നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം ദൈവത്തിൻ്റെ നാമത്തിൽ ഇത് സാധിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ കുബൂസും ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കുക. അതാ കണ്ട, അന്യായ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനത് തുടരുന്നതിന് മുമ്പ് ഇളകി വന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അന്യായ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കണ്ടേ, എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ടേസ്റ്റ് നിങ്ങളൊന്ന് പറയണ്ടേ. അതിനാണ് ഞാൻ എടുത്ത് ഒന്ന് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അന്യായ ടേസ്റ്റ് തന്നെ കേട്ടോ. ഓരോന്നിനും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. ഈ കുബൂസ് ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം. അപ്പം ഞാൻ പറയുന്നത് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണ്ടേ. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചെങ്കിലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഈ ഐറ്റം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തതായി മൂന്നാമത്തെ ഐറ്റമായ പൊറോട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം കൂടെ നിങ്ങളെ അറിയിക്കണ്ടേ. അത് ഞാനൊന്ന് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം.
എങ്കിൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് എനിക്ക് ഉപയോഗമുള്ളൂ. അതിലുപരി നിങ്ങൾക്കും ഈ വീഡിയോ കൊണ്ട് ഉപയോഗം വരുത്തുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ വലിച്ചൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇനി ഒരുപാടായിപ്പോയി. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കഴിക്കട്ടെ. അന്യായ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അത്രയും സോഫ്റ്റാണ്. നമുക്ക് മറ്റുള്ള പൊറോട്ട പോലെ നമ്മൾ പലരും പല രീതിക്ക് പൊറോട്ടകൾ ചൂടാക്കി കഴിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഉപയോഗം വന്നതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് ഉപയോഗം വരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ പിടിച്ച് നിങ്ങളിലെത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ ആദ്യ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വക നന്ദിയും നമസ്കാരവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു.